ഷഹന, അപ്പം എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാമ്പളേക്കാം. എന്താ നീ കാണിക്കണ? കരയാതിരിക്കുക. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലേ? അമ്പിളിക്കാക്ക് ധൈര്യം തരേണ്ട നീയല്ലേ? അമ്പിളിക്ക ചക്കക്കുരു പോലെ തിരിച്ചു വരും. ചിരിച്ചേ. സൂക്ഷിച്ചു പോണേ. പോയി എത്തിയാ ഞാൻ ഉടനെ വിളിക്കും. അപ്പൊ ഓക്കെ, യാത്രയില്ല. ചുമല്ലേ സന്തോഷമായിട്ടിരിക്കും ഷാഹിന. പങ്കിയമ്മനോട് പറയണേ, എത്തിയിട്ട് വിളിക്കാം. ഇങ്ങനെ കരയാതെ മോളെ. എനിക്ക് സഹിക്കാൻ പറ്റണില്ല ചേച്ചി. ഞാൻ കുറെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ അത് കടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ. അങ്ങനെ പറഞ്ഞ വിഷമിച്ചിട്ട് എന്താ കാര്യം ചേച്ചി? അമ്പിളിക്ക് തിരിച്ചു വിളിച്ചാലോ പോണ്ടെന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാലോ എങ്ങനെയാ മോളെ ശരിയാവുന്നത്? ഇല്ല, എന്താ ചെയ്യാ ചേച്ചി? കൂടെ വേണ്ടിയിട്ടല്ല അമ്പിളി ഇപ്പൊ പോയേക്കുന്നേ. ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഇവിടെ വന്ന് ഇന്ന് തീരുവോ എന്ന് ആലോചിച്ച് നോക്കേ മോളെ. കണ്ണുടച്ച പോയിട്ട് നല്ല ജോലിയൊക്കെ ശരിയായി നല്ല രീതിയിൽ എല്ലാം ശരിയായി കഴിഞ്ഞാൽ നിനക്കും കൂടെ അല്ലേ ഗുണം? അല്ലേ അല്ലേ? ആ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ മക്കളൊക്കെ വരില്ലേ? അപ്പൊ അവരുടെ കാര്യമൊക്കെ നോക്കണ്ടേ? മതി കരഞ്ഞിട്ട്. എനിക്ക് ദേഷ്യം വരും കേട്ടോ. മതി മതി കരഞ്ഞത്. സീതേ, ഒരു ചായ. ചായ ഞാൻ തരാം അച്ഛാ. ഒടങ്ങി വന്നേ. എന്താ അച്ഛാ? അച്ഛൻ്റെ അടുത്ത് നിരി. എന്താ? പിന്നെ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായി? ഇങ്ങോട്ട് നോക്ക്. വളരെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാ അമ്പിളി മോളെ ഏൽപ്പിച്ചു ഗൾഫിലേക്ക് പോയിരിക്കുന്നത്. അറിയാച്ചാ. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. മനോഹരനെ കണ്ടിട്ട് മോള് കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി പഠിച്ച് വെക്കണം. അച്ഛാ, ഇന്നിപ്പോ എനിക്ക് വയ്യ. ഞാൻ നാളെ പൊക്കോളാം. ഇന്ന് പോകേണ്ട കാര്യമല്ല മോളെ പറഞ്ഞത്. നാളെ എപ്പോഴെങ്കിലും മനോഹരനെ കാണണം. കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കണം. മനസ്സിലായോ?
ആ പിന്നെ വേറൊരു കാര്യം. എന്താ അച്ഛാ? അമ്പിളി ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴേ മോള് മാത്രം സംസാരിച്ചാ പോരാ, അച്ഛനോട് തരണം കേട്ടോ. ഒന്ന് പോ അച്ഛൻ, ഞാൻ തരാം. അച്ഛൻ സംസാരിച്ചിട്ട് തന്നാ മതി എനിക്ക്. ശരി ശരി. എന്താ എന്താ മകളെ? എന്ത് പറ്റി മകളെ? എന്താ അപ്പച്ചി? അപ്പച്ചി കാര്യം പറ, കരയാതെ. ഒന്നും മനസ്സിലായില്ല. അപ്പച്ചി മലയാളത്തിൽ പറ. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങളെന്റെ അമ്പിളിക്കൂട്ടനെ അങ്ങോട്ടും കട്ടപ്പടാനായിട്ട് പറഞ്ഞു വിട്ടത്? അയ്യോ അതാണോ കാര്യം? ഞങ്ങളത് അവന്റെ ഇഷ്ടത്തിന് പോയതല്ലയോ? ആ അല്ല, എനിക്കറിയാം ഇവള് മനഃപൂർവ്വം എന്റെ കുഞ്ഞിനെ പറഞ്ഞു വിട്ടതാ കട്ടപ്പെടാൻ വേണ്ടി. ഞാനെന്തിനാ അപ്പച്ചി അമ്പിളിക്കെ പറഞ്ഞു വിടുന്നേ? ആർത്തി, പണത്തിനോടുള്ള നിന്റെ ആർത്തി. അങ്ങനൊന്നും പറയാതെ മകളെ. അവന് നല്ലൊരു ജോലി കിട്ടിയപ്പോ അവന്റെ ഇഷ്ടപ്രകാരം ഗൾഫിലേക്ക് പോയതാന്ന്. അപ്പൊ ഇവിടുത്തെ ജോലി എന്നാ മോശമായിരുന്നു? എനിക്കറിയാതൊന്നും അല്ല കാര്യം. പിന്നെന്താ അപ്പച്ചി? നിന്നെ ടാർപോളോയി പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവന്ന് അന്ന് തുടങ്ങി എന്റെ കുഞ്ഞിന് കഷ്ടകാലമാ. മുന്റെ പൊന്നുമക്കളെ, നീ അവിടെ കിടന്നതാണ് കഷ്ടപ്പെടുന്നത് കാണണല്ലോടാ. ദൈവമേ, അയ്യോ എന്തോ കരയാതെ മകളെ. മുണ്ടി പോകാനോട് പോവാ. അയ്യോ അപ്പച്ചി, അപ്പച്ചി എന്തോ എന്തോ തോട്ടുമാരുത്. എന്താ സംഭവം? എന്താണ് അപ്പച്ചി? ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ എന്റെ അമ്പിളിക്കുട്ടനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അതാണ് കാര്യം. പേടിച്ചു അല്ലോ മനുഷ്യൻ. അപ്പച്ചി കരയല്ലേ അപ്പച്ചി? അപ്പച്ചി എന്റെ അമ്പിളി പോയിട്ട് ഒരാളെന്നോട് പറഞ്ഞില്ലല്ലോടാ. അതിനോടോ ഞാൻ ഈ തറവാട്ടിലെ അല്ലേ? അപ്പച്ചി അതാണ് കാര്യമെങ്കില് അപ്പച്ചി ഒരു കാര്യം മനസ്സിലാക്കി. അമ്പിളി ഇവിടുന്ന് എങ്ങനെ പോയത്? കടത്തിന്റെ മുകളിൽ കടമായിട്ട് ആണോ? അതറിയാലോ അപ്പച്ചിക്ക്. നീ പറ. എന്നാ അതാ പറഞ്ഞു വരണേ. ഈ നാട്ടുകാര് മുഴുവൻ ഇവൻ എവിടെ പോകുന്നു, ആരെ വിളിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്ന് ഇങ്ങനെ കണ്ണും തുറച്ചു നോക്കിയിരിക്കുകയായിരുന്നു. മാത്രമല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ആരെയൊക്കെ വിളിക്കുന്നുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എനിക്ക് പിടുത്തം കിട്ടി. അതോടുകൂടെ അമ്പിളി പോകുന്നത് വരെ ഈ വീട്ടിൽ നിന്ന് ഒരാളെയും വിളിക്കല്ലേ എന്ന് ഞാനാ പറഞ്ഞത്. അതുകൊണ്ട് അവൻ അങ്ങോട്ട് കടന്നു കിട്ടി. ഇല്ലായിരുന്നെങ്കിലോ ഈ കടം വിട്ടാതെ അവൻ അങ്ങോട്ട് പോകാൻ പറ്റുമോ? അതിനിടയ്ക്ക് അപ്പച്ചീനെയും വിളിക്കാൻ പറ്റിയില്ല. ഇതാണ് സംഭവം. അല്ല എപ്പോ വരും എന്ന് ചോദിച്ചാൽ അവൻ കവലയിലേക്കല്ലല്ലോ പോയിരിക്കണം, അപ്പച്ചി ഗൾഫിലേക്കല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു കാലതാമസം വരും, കുറച്ചു നാൾ കഴിയും. വരുമല്ലേ? എടാ ശരിക്കും അവൻ അവിടെ എന്താ ജോലി? അവിടെ അവന് ഈ മറ്റേ അറബിയുടെ മുതലാളിയായിട്ടാണ് പോയത് ഇവിടുന്ന്. ആണോ? പിന്നെ ഇപ്പോ അല്ലറ ചില്ലറ പണിയൊക്കെ കുറച്ച് അവന് ചെയ്യണം. ഈ ചെടികളൊക്കെ ഒന്ന് നനക്കണം, പിന്നെ ഒട്ടകത്തിനെ നോക്കണം. ഈ ഒട്ടകത്തിനൊക്കെ നോക്കാനാണെങ്കിൽ അപ്പുണ്ണിയെ പറഞ്ഞു വിട്ടടാ. അപ്പുണ്ണിനെ വിടാൻ ഇത് പശുവല്ലല്ലോ അപ്പച്ചി, ഒട്ടകല്ലേ. കൂനുണ്ടല്ലോ ഇതിന്. കൂനുണ്ടെങ്കിൽ എന്താ? അപ്പൊ ആ കൂന് അവന് പറ്റില്ല, അപ്പുണ്ണിക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും എന്റെ പോലും മക്കളെ ഇങ്ങോട്ട് നോക്കിയേ. എടി മക്കളെ, ഇന്നെ അമ്പിളി വിളിക്കുമ്പോ നീ അവനോട് പറയണം, അവൻ വരുമ്പം അപ്പച്ചി കുറേയേറെ ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും എല്ലാം കൊണ്ടുവരുന്നത് അപ്പച്ചി അത് നോക്കിയിരിക്കും. നീ എന്നെ അവിടെ കൊണ്ടുപോവാ? അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വേണ്ടേ? അത് മേടിച്ചു തരാന്നേ. പിന്നല്ലാതെ എന്റെ തോന്നി സ്വഭാവം മേടിച്ചു തന്നെ. അവന്റെ പരിപ്പ് ഇളകിയാലും കൊള്ളാം, എന്നെ ഇളകിയാലും കൊള്ളാം, എനിക്ക് മേടിച്ചു.
അമ്പടി ഒരാളി നീ എന്തിനാണ് അവിടെ കിടന്ന് വിളിച്ചു പോകുന്നേ? നിന്റെ മുതലാളി പോയത് നീ അറിഞ്ഞില്ലയോ? പറഞ്ഞ പോലെ മുതലാളി പോയല്ല, ഞാൻ ഓർത്തില്ല അച്ഛ. കൂടിയില്ല പോലെ തോന്നിപ്പോയി. പോയത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇടിയിടൊക്കെ ഉണ്ടെന്നൊരു തോന്നല്. നീ എന്തൊക്കെയാണ് പറയുന്നത്? എടാ അവൻ ദുബായി പോയതാന്ന്. അതെ, ദുബായി പോയി. മനസ്സ് വിശ്വസിക്കണ്ടേ? ഇന്നലെ നീ എവിടെ ആയിരുന്നു? നിന്റെ മുതലാളി ഗൾഫിൽ പോയപ്പോ നിന്റെ ഇവിടെ കണ്ടില്ലല്ലോ. എങ്ങനെ വരാൻ പറ്റും? മുതലാളി ടാറ്റ പറഞ്ഞ് പോകുന്ന കാണാനൊക്കെ പറ്റൂല. എനിക്ക് വിഷമാവും. അവിടെ ഞാൻ വന്നില്ല. നീ അകത്തേക്ക് കയറി വാ. അകത്തേക്കൊന്നും വരാൻ പറ്റൂല. വലിയൊരു പ്രശ്നത്തിന്റെ നടുവിലാണ് ഞാൻ ഇല്ലതിപ്പം. എന്താ പ്രശ്നമാടാ? ഇല്ലിമുക്ക് കോളനിക്കാർക്ക് ഇന്നു മുതൽ ക്രിക്കറ്റ് കളി കാണാൻ പറ്റൂല. കേബിളിന്റെ പ്രശ്നമല്ലോ ആണ്. അതെ, കേബിളിന്റെ പ്രശ്നം തന്നെ. ഒരു കാര്യം ചെയ്യ്, അച്ഛ കുപ്പായിട്ട് രൂപ, നമുക്ക് പോയിട്ട് വരാം. ഞാനോ? ഞാനെന്തിനാ വരുന്നത്? അല്ലേ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. അച്ഛൻ വാ, ഒറ്റക്കെനിക്ക് പറ്റൂല. ഷാഹിനെ, ഷാഹിനെ മോളെ, ഇങ്ങോട്ട് വന്നേ മോളെ. രണ്ടാളും വരാനോ? എന്താ മനോൻ എന്താ പറയുന്നു? എന്താ മനോരേട്ടാ? ഇല്ലിമുക്ക് കോളനിക്കാർക്ക് ഇന്നു മുതൽ ക്രിക്കറ്റ് കളി കാണാൻ പറ്റൂല. പറ്റൂലേ? എന്താ? ബോക്സ് തകരാറായി. അത്രേ ഉള്ളോ? അത് മനോഹരണ്ടെങ്കിൽ ശരിയാക്കി കൊടുത്താ പോരെ? ഓ, ബോക്സ് എല്ലാം ഞാൻ നേരാക്കി. ഇത് വെക്കാൻ വിടുന്നില്ല. ഈ മനോഹരണ്ട എന്തൊക്കെയാ പറയുന്നത്? തെളിച്ചു പറയ്. അതെ, ഇല്ലിമുക്ക് കോളനിക്കാര് 10-50 കുടുംബാംഗങ്ങളുടെ ബോക്സ് വെച്ചത് പട്ടാള തമ്പിന്റെ പറമ്പിലാണ്. ഇന്നലെ കാറ്റത്തും മഴയത്തും ഒരു മരം വീണ് ബോക്സ് പൊളിഞ്ഞു. എല്ലാം നേരാക്കി കയറ്റി ഇത് വെക്കാൻ വേണ്ടി തമ്പി പറഞ്ഞ് വെക്കാൻ വിടൂല. എന്താ വിടാത്തെ? എനക്ക് കാര്യമൊന്നും അറിയില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരാള് വരണമെന്നാ തമ്പി പറയുന്നു. എടാ, ഉത്തരവാദിത്തപ്പെട്ട ആള് നീയാന്ന് അവരോട് പറഞ്ഞാ പോരായിരുന്നോ? അച്ഛാ, ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഞാൻ തന്നെ. പക്ഷെ അത് അയാൾക്ക് മനസ്സിലാവണ്ടേ? നല്ല ഉത്തരവാദിത്തപ്പെട്ട ആള് വരണമെന്നാ പറയുന്നത്. ഒരു കാര്യം ചെയ്യ്, അച്ഛൻ പാ. ഞാനോ? ഞാനൊക്കെ വരുന്നില്ല. പിന്നെ എന്റെ മുതലാളി മാന്യമായ രീതിയിൽ നടത്തുന്ന ബിസിനസ് പൊളിക്കാനാ രണ്ടാളുടെ ഉദ്ദേശം? അയ്യോ, നീ നിന്റെ മുതലാളിയുടെ മാന്യമായ രീതി നോക്കിയതിന്റെ പേരില എന്റെ ചെറുക്കൻ ഗൾഫിലോട്ട് പോയത്. ഞാൻ മാന്യമായ രീതിയിൽ നല്ല രീതി നോക്കിയതാ. നാട്ടുകാരാണ് വിളിച്ചത്. ഇനി നാട്ടുകാരുടെ പേരിലോട്ട് പറഞ്ഞാൽ മതി. ഒരു കാര്യം, അച്ഛൻ ഇറങ്ങി വരുന്നില്ലെങ്കിൽ പങ്ക്യമാനം വിളിക്കും. എടാ, എന്തിനാ പങ്ക്യമാനം വിളിക്കുന്നത്? ഷാഹില മോള് വരും. ഞാനോ? ഞാനവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? മോളെ ഒന്നും ചെയ്യണ്ട. കണ്ട് അവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി എല്ലാം ഒന്ന് പഠിക്ക്. പിന്നെ ഈ പട്ടാളം തമ്പി എന്ന് പറഞ്ഞ ആളിനെ കണ്ട് മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മോള് പറഞ്ഞ അയാൾ കേൾക്കും. അമ്പിളി നിന്റെ അല്ലയോ അല്ല ഏൽപ്പിച്ചിരിക്കുന്നത്? അതെ. എന്റെ കൂടെ അച്ഛനും കൂടെ. അല്ല, എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് ഒത്തിരി ജോലി കിടപ്പുണ്ട്. മോൾ ഒറ്റയ്ക്ക് പോയാൽ മതി മക്കളെ. അച്ഛൻ, ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാന്നും കൂടെ അച്ഛൻ പറ. മോളൊന്നും ചെയ്യണ്ട. അവിടെ നിന്ന് വരവരോ. മോളെ ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. ചെല്ല്. എന്താ മനോഹരേട്ടാ, നിക്ക്, ഞാൻ വരാം. വേഗം ചെല്ല് മോളെ, വേഗം ചെല്ല്. ആളുകൾ കാത്തിരിക്കാം, വേഗം ചെല്ല്. ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞുമാറാണ് എല്ലാവരുടെ ശ്രമം. അത് ഈ മനോഹരന്റെ അടുത്ത് നടക്കൂല. അമ്പിളിക്ക, ഞാൻ കേബിളിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോവാട്ടോ. അബദ്ധമൊന്നും പറ്റാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഞാൻ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാവേ. അതെ, 15 മിനിറ്റിനുള്ളിൽ കേബിൾ വരും. അതെ, മനോഹരനാണ് പറയുന്നത്. മനോഹരന്റെ വാക്കാണ്. ഒരു സംശയമില്ല. ഒന്നും പഠിക്കണ്ട. ക്രിക്കറ്റ് കളി നിങ്ങൾ കാണും. അതെ, ശരി. കണ്ടാ, വിളിച്ചോണ്ടിരിക്കുന്നു. കുഴപ്പമാണ്. വെറുതെ അല്ല വന്ന് പറഞ്ഞത്. അച്ഛനോടൊരു കാര്യം പറയാൻ. എനിക്ക് പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ശരിയാവുന്ന മുതലാളിയോടൊന്ന് വിളിച്ചു പറയണം. അല്ല, നീ അവിടെ ചെന്ന് എന്താ ചെയ്യാനാ? ഞാൻ ഉണ്ട്. എനിക്ക് മുതലാളിനെ ഇപ്പം നിൽക്കാലോ. മുതലാളി എന്നെ കാണണ്ട് വല്ലാണ്ട് വിഷമിക്കുന്നുണ്ടാവും. വിഷമം മാറ്റാലോ. ഒന്നിച്ച് നിൽക്കുക, അതാ നല്ലത്.
ഇപ്പൊ ഒന്ന് വിളിച്ചു പറയുന്ന വിളിക്കട്ടെ പറയാം. ഞാനൊക്കെ ഗൾഫിൽ പോണം. നാട്ടുകാരെ കൊണ്ട് എനക്കിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ആ അച്ഛാ എന്നാ ഞാൻ പോയിട്ട് വരാവേ. ശരി മോളെ. അമ്മയോട് പറഞ്ഞേക്കണേ. ശരി മോളെ. നിൽക്കവിടെ. ആദ്യമായിട്ട് കേബിളിന്റെ പണിക്ക് വലിയെന്ന് ആ കാല് തൊട്ട് അനുഗ്രഹം എനിക്ക്. ഞാനൊക്കെ അങ്ങനെ തുടങ്ങിയേ. അതുകൊണ്ട് ഈ നിലയിലെത്തിയാൻ. അച്ഛാ അനുഗ്രഹിക്കും. അതിന്റെ ആവശ്യമല്ല മക്കളെ. വാ ആശാനാണ്. അച്ഛാ എന്റെ ആശാനാ. അയ്യോ അതിന്റെ ആവശ്യമില്ല മോളെ. ആവശ്യമുണ്ട്. എന്റെ ആശാനല്ലേ അച്ഛാ. അനുഗ്രഹിക്കണ ആശാനല്ലേ. പ്രധാന ആയുധം ഇതാണ്. ഇനി അങ്ങോട്ട് ഇതാണ്. അച്ഛാ ഞാനൊന്ന് പോയിട്ട് വരാവേ. കളിപ്പാട്ടമല്ല. വേഗം നടക്ക്. 15 മിനിറ്റാണ് സമയം കൊടുത്തത്. അതെ മനോഹരേട്ടാ. മറ്റേ ആളെങ്ങനെയാ? ആര്? ആ തമ്പിന്ന് മനോഹരേട്ടൻ പറഞ്ഞില്ല അയാള്. പട്ടാളം തമ്പി. ആ ഒരു 10-12 അടി ഉയരം, ഒരു 3 അടി വീതി. ആള് നോർമലാണ്, എന്നെ പോലെ ഇങ്ങനെ നിൽക്കും. പട്ടാളത്തിലാണ്. പിന്നെ നല്ല പൈസയുണ്ട്. കൊടും ഭീകരൻ. മനോഹരേട്ട ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ആര് ചോദിച്ചിനി ഇങ്ങോട്ടി? അത് ഞാനോ? അപ്പൊ ഉത്തരം പറയണ്ട. ആരി? മനോഹരേട്ടൻ. അതെ, അയാളെ ഭാര്യ പാവാ. ആണോ? എപ്പം പോയാലും ചായയും പലകാരം തരും. എന്നാലേ നീ കിട്ടൂല. എനിക്ക് വേണ്ട. അതല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആ ചേച്ചിയോട് സംസാരിക്കാം. ചേച്ചി പരിഹരിക്കാലോ. പട്ടാളം തമ്മിന്റെ വാക്ക് ഒറ്റ വാക്കാ. അവിടെ ചേച്ചി എന്ന് കേട്ടണമൊന്നുമില്ല. വേറെ തീരുമാനമില്ല. അതാണ് തീരുമാനം. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പോവാ. ഞാനുണ്ടല്ലോ കൂടെ. അതാ എന്റെ പേടി. ആ നടക്ക് നടക്ക്. നീ വാ. ഞാനല്ലേ പറയും. Let it begin. The last humans must be here somewhere. Wait. They're coming. Is that a burnt orange 1993 station wagon? Or is it... Who are these unstoppable warriors? We're the Mitchells. ഷാഹിനെ The കണ്ടോ? people who can save the world. ആങ്ങളെ ഷാഹിനെ കണ്ടോന്ന്? ആങ്ങളെ ഷാഹിന എന്തിയെന്ന്? ഷാഹിനെ മനോഹരം വിളിച്ചോണ്ട് പോയി. Me out. Yeah, to be fair, it took me a while to figure myself out. മനോഹരനെ കൂടെ ഒളിച്ചോടി പോയോ? അവിടെ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. പോയിന്ന് വെച്ചാ ഒളിച്ചോടി പോയെന്നാ വിചാരിക്കുന്നേ. പിന്നല്ലാതെ ചേടാ അതെ ഈ കേബിളിന് കേടായി നോക്കാനാണ്ട് പോയതാ. അത് നോക്കാൻ പോവാൻ ഇവിടെ വേറെ ആണുങ്ങൾ ആരും ഇല്ലേ? അത് ഷാഹിനെ പോയെന്ന് വെച്ചാൽ എന്താ സംഭവിക്കാനാന്ന്? ഒരു കുഴപ്പമില്ലേ? എന്താ കുഴപ്പമുണ്ടായത്? ഇതേ അവൻ ഗൾഫിലേക്ക് പോയതിന്റെ പിറ്റേ ദിവസം ഇവിടെ കണ്ടാനിറങ്ങുക. എന്റെ പെണ്ണു മകളെ ആവശ്യമില്ലാത്ത ഭർത്താവൊന്നും പറയല്ലേ. ഞാൻ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു. ഇപ്പൊ പെങ്ങള് പറഞ്ഞെന്തുവാ? ഇതെന്തൊരു ബഹളം ഇവിടെ അപ്പച്ചി അച്ഛനും ചേർന്നിട്ട്. അപ്പച്ചിക്ക് ആ ശബ്ദത്തിന് കുറച്ചുകൂടെ. ഞാൻ ഉണ്ടായിരുന്ന ഇവിടുത്തെ പ്രശ്നത്തിനൊക്കെ പരിഹാരമാവോ? എന്ത് പ്രശ്നം? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. നിന്റെ പുന്നാര മരുമകളുണ്ടല്ലോ ഷാഹിന, ആ അവള് ജോലിക്ക് പോയി. ജോലിക്ക് പോവേ? ആ എന്ത് ജോലി? ഇന്നലെ കെട്ടിയവൻ അങ്ങോട്ട് ഗൾഫിലോട്ട് പോയതേ ഉള്ളൂ. അതിന് പിറ്റേന്ന് അവള് ജോലിക്ക് പോയിരിക്കുന്നത്. എന്താ ബലരാമേട്ട, എന്താ കാര്യം? എന്റെ പൊന്നു സീതേ, രാവിലെ മനോഹരന്റെ കൂടെ വന്ന് കേബിളിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് അത് നോക്കാൻ വേണ്ടി പോയിരിക്കുക. അപ്പൊ അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല എന്നോട് പറഞ്ഞായിരുന്നു, ഞാനാ പൊക്കോളാൻ പറഞ്ഞത്. അവള് പോകുമ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. അത് നിന്നോടെന്തിനാ പറയുന്നത്? ഇപ്പൊ അവൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായില്ലേ? ആരെയും പേടിക്കേണ്ട, ഇഷ്ടം പോലെ തെണ്ടി നടക്കാം. അപ്പച്ചി എന്ത് വർത്താനായി പറയണേ? ഞാൻ പറഞ്ഞതിന് എന്നാടാ കുഴപ്പം? എടി സീതാലക്ഷ്മി, ഇനി അവളെ അടുക്കളപ്പണിക്ക് ഒന്നും കിട്ടിയാല് നീ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കണം. അത് നിന്റെ വിധി. എന്തിനാ അമ്മ ഒറ്റയ്ക്ക് അനുഭവിക്കണേ? അപ്പച്ചില്ലേ സഹായിക്കാൻ? നിന്റെ അടുക്കളപ്പണിക്ക് ചെയ്യാൻ വന്നാടാ ഞാൻ. എടാ ഞാൻ ജനിച്ചു വളർന്ന വീടാ ഇത്. എനിക്ക് ഇഷ്ടമുള്ളപ്പം വരും, ഇഷ്ടമുള്ളപ്പോ പോകും. എന്നാലും ബലരാമേട്ട, അവള് പോകുമ്പോ വേണ്ടാന്നൊരു വാക്ക് നിങ്ങൾക്ക് പറയാറുന്നില്ലേ? ചേട്ടാ ഞാനെന്തിനാ വേണ്ടെന്ന് പറയുന്നത്? അവളൊരു നല്ല കാര്യത്തിലല്ലേ പോയത്?
ഓ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫെമിനിസ്റ്റ്. ഫെമിനിസ്റ്റോ? ആര്? നിന്റെ തന്ത. അച്ഛൻ ഫെമിനിസ്റ്റാ? എനിക്കറിയത്തില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ തറവാട്ടിൽ നിന്ന് ഒരു പെണ്ണ് പുറത്ത് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഈ തറവാട്ടിന്റെ നാശത്തിന് ഓർത്തു. എന്നാലും അവൾ എന്നോടൊരു വാക്ക് പറയാണ്ട് പോയില്ലേ? ഇങ്ങോട്ട് വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. ഈ അപ്പച്ചിക്ക് ഇത് എന്തിന്റെ കേടാണ്? വയസ്സായ ഒരു ഭാഗത്ത് കഞ്ഞി കുടിച്ച് രാമായണം വായിച്ചിരുന്നാ പോരെ? അഞ്ഞിന്റെ അമ്മയ്ക്ക് കൂടെ കൊടുക്കടാ. ആ അങ്ങ് ചെല്ല്. ഇതാണ് തമ്പിയണ്ണന്റെ വീട്. ആയിരിക്കുന്ന തമ്പിയണ്ണൻ. അതെ മനോരേട്ടാ, ഞാൻ അവിടെ പോയിട്ട് എന്താ പറയണ്ടേ? തമ്പിയണ്ണന് സുഖാണോ? മരുന്നൊക്കെ കഴിക്കാറുണ്ടോ? ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇത് പറയാനാ വരുന്നു. 18,500 ഇങ്ങനെ പോയി ഇത് എവിടെ ചെന്ന് നിൽക്കും? നമ്മളെ കയ്യിൽ പൈസയൊന്നും ഇല്ലാതെ കൊടുക്കാൻ. കേബിളിന്റെ ബോക്സ് ഓരോ വളപ്പിൽ വെക്കാനൊരു സമ്മതം. ഈ രണ്ടും. ഇതൊക്കെ മനോരേണ്ണ പോയി പറഞ്ഞ പോരെ? ഞാൻ എത്ര പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് ഓടി വന്നത്. ഒരു വട്ടം കൂടെ 12 വട്ടം പറഞ്ഞു, കാര്യമില്ല. നീ പറഞ്ഞ നടക്കും. നീ പറഞ്ഞ നടക്കും, ഉറപ്പ്. ഒന്നും പഠിക്കണ്ട, ഞാനുണ്ടല്ലോ കൂടെ.